മിഖായോൻ ഗുരേവിച്ച് MiG-21 6 പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ആകാശ പ്രതിരോധം തീർത്ത, വ്യോമ പ്രതിരോധം തീർത്ത ഒരു മഹാരഥൻ. ഈ മഹാരഥൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഏതോ സൈനികനാണ്. നല്ല നമ്മുടെ പോർ വിമാനമാണ്. അപ്പോൾ ഇത് റിട്ടയർ ആവുകയാണ്, വിമാനം റിട്ടയർ ആവുകയാണ് 6 പതിറ്റാണ്ടുകൾ ശേഷം. പറക്കുന്ന ശവപ്പെട്ടി എന്നൊക്കെയാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത്. പാകിസ്ഥാനെ പലവട്ടം വിറപ്പിച്ച ഈ വിമാനം. ഇത് റിട്ടയർ ആവുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഈ വിമാനമൊക്കെ ഏതെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കും, ചിൽഡ്രൻസ് പാർക്കിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ ഇതങ്ങനെയല്ല. അതിൻ്റെ ഓരോ ഭാഗങ്ങളും പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇത് 1960 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1962 മുതലാണിത് പ്രായോഗിക തലത്തിൽ നമ്മൾ MiG വിമാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ MiG എന്ന് പറയുന്നത് ഒരു റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ്. പിന്നീട് അത് റഷ്യയും ഇന്ത്യയുമായിട്ടുണ്ടാക്കിയ ഒരു സഹകരണ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ തന്നെ ഇത് അസംബ്ലി ചെയ്യുന്ന പരിപാടിയാണ്. സാങ്കേതിക വിദ്യ റഷ്യയുടെ തന്നെ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അസംബ്ലി ചെയ്ത് ഇന്ത്യയിലോട്ട് ഇറക്കാൻ തുടങ്ങി. ഏതാണ്ട് 900-നടുത്ത് MiG വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. 1960 മുതൽ പലപ്പോഴായിട്ട് അതിനുശേഷമുണ്ടായ പല സംഘർഷങ്ങളിലും MiG-21 ബൈസൺ എന്നാണ് ഇന്ത്യയിൽ അത് അറിയപ്പെടുക. അത് വലിയ രീതിയിൽ നമ്മുടെ യുദ്ധമുഖങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധസമയത്ത് ഏറ്റവും തീക്ഷ്ണമായ യുദ്ധമുഖത്ത് MiG-21 സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ഒരു വിമാനമാണ്. അതുകൂടാതെ നമ്മുടെ ബലാക്കോട്ട് നടന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ബലാക്കോട്ടിൽ നടന്ന ഇന്ത്യ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ സൈനിക ആക്രമണം നടത്തിയ ഒരു സംഭവമാണ് ബലാക്കോട്ട്. അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ്റെ വ്യോമസേന F-16 വിമാനവുമായിട്ട് വന്നു. F-16 എന്ന് പറയുന്നത് 4ാം തലമുറ വിമാനമാണ്. അതായത് താരതമ്യേന ഈ അമ്മാവനും കൊച്ചുമോനും തമ്മിലുള്ള ഒരു പോര് എന്ന് വേണമെങ്കിൽ പറയാം. ഈ MiG-21 എന്ന് പറയുന്നത് താരതമ്യേന പഴയ ഒരു വിമാനവും ഈ F-16 പുതിയൊരു വിമാനം. അപ്പോൾ ഈ F-16 വിമാനവുമായിട്ട് പാകിസ്ഥാൻ തിരിച്ചടിക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ അഭിനന്ദൻ വർദ്ധമാൻ, നമുക്കറിയാമല്ലോ, ഈ പാകിസ്ഥാൻ സേന പിടിച്ചു വച്ചിട്ടും പിന്നെ വീരോചിതമായി ഇന്ത്യക്ക് തിരിച്ചു തന്ന അഭിനന്ദൻ വർദ്ധമാൻ ഒരു F-16 വെടിവെച്ചിട്ടു. അതൊരു ഈ MiG-21 വെച്ചിട്ടാണ് വെടിവെച്ചിട്ട്. അത് ചരിത്രപരമാണ്. കാര്യം ഈ MiG-21 കൊണ്ട് അതൊക്കെ സാധ്യമാകുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അത്തരത്തിൽ സോവിയറ്റ് റഷ്യയുടെ അതെ F-16 അമേരിക്കയുടെ. അപ്പോൾ സോവിയറ്റ് റഷ്യ പണ്ട്, ഇപ്പോൾ റഷ്യ. അപ്പോൾ അത്തരത്തിൽ വളരെ മികവുള്ള ഒരു വിമാനമാണ്. പക്ഷേ ഏത് ഒരു സംഗതിക്കും, ഏതൊരു യുദ്ധോപകരണത്തിനും അതിൻ്റെ കാലാവധി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഈ MiG-21 ഇന്ത്യ ഉപയോഗിക്കുന്ന MiG-21 ഏതാണ്ട് 15-20 വർഷം മുമ്പ് റിട്ടയർ ചെയ്യേണ്ട വിമാനമാണ്. പക്ഷേ ഇന്ത്യയുടെ സാഹചര്യം മോശമായിരുന്നു. കാര്യം ഇന്ത്യക്ക് സാമ്പത്തികമായി അത്ര മെച്ചമല്ലാതിരുന്ന കാലത്താണ് നമുക്ക് വിദേശത്ത് നിന്ന് അങ്ങനെ അധികം വിമാനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അതുമാത്രമല്ല, ഇന്ത്യ മറ്റേ പൊഖ്രാൻ ആണവ വിസ്ഫോടനമൊക്കെ നടത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള ഉപരോധമൊക്കെ വന്നതുകൂടി കാര്യങ്ങൾ കുറെ കൂടി വഷളായിരുന്നു. ഇപ്പോൾ ഇന്ത്യ വേറെ നിവൃത്തിയില്ലാതിരുന്നത് കൊണ്ട് ഈ MiG-21 വേണ്ട ഭേദഗതികളൊക്കെ വരുത്തി, അപ്ഗ്രഡേഷനൊക്കെ വരുത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഈ സമീപകാലത്ത് നിരവധിയായ അപകടങ്ങൾ ഉണ്ടാക്കി ഇതിനൊരു ദുഷ്പേര് കിട്ടി. അതാണ് ഈ പറക്കുന്ന ശവപ്പെട്ടി എന്ന പേര് വരാൻ കാരണം തന്നെ. ഇത് നിരവധിയായ അപകടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പൈലറ്റുമാരുടെ ജീവൻ അപഹരിച്ചൊരു വിമാനമാണ്. അതുകൂടാതെ ഇതിനെ വിഡോ മേക്കർ, വിധവകളെ സൃഷ്ടിക്കുന്ന യന്ത്രം എന്ന ഒരു വിളിപ്പേരുമുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 900ഓളം വിമാനങ്ങൾ ഉണ്ടായിരുന്ന MiG-21 ഇപ്പോൾ ലോപിച്ച് 36 എണ്ണേ ഉള്ളൂ നിലവിൽ, 2 സ്ക്വാഡ്രണുകളിലായിട്ട്. അത് നമ്പർ 3 കോബ്രയും നമ്പർ 23 പാന്തേഴ്സ്, ഈ 2 സ്ക്വാഡ്രണുകളിലായി 36 വിമാനങ്ങളാണ് നിലവിലുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ റിട്ടയർമെൻറ്റ് വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി നിശ്ചയിച്ചേക്കുകയാണ്. ഔദ്യോഗിക നടപടിക്രമമൊക്കെ ഉണ്ട്. ഒരു ഫോം 700 എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ വിമാനത്തിൻ്റെ എല്ലാ സർവീസ് റെക്കോർഡും രേഖപ്പെടുത്തിയ ഒരു ഫോം 700 രേഖയാണ് ഫോം 700. അത് കൈമാറുന്നതോടുകൂടി ഇതിൻ്റെ സർവീസ് കാലാവധി കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം യുദ്ധവിമാനങ്ങളൊക്കെ ഇതേപോലെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന MiG-21 അടക്കം രാജസ്ഥാനിലെ നാൽ എന്ന് പറയുന്ന എയർബേസിലോട്ട് മാറ്റുകയാണ്. അവിടെ കൊണ്ടു ചെന്നിട്ട് ഇതിന് ഈ ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ ഇതിൽ നിന്ന് അഴിച്ചു മാറ്റും. എന്നിട്ട് ഇതിൻ്റെ ബോഡി, അതിൻ്റെ പുറം ഭാഗം മാത്രം, ചിലത്, എല്ലാമല്ല, ചില വിമാനങ്ങളുടെ മാത്രം നമുക്ക് ചില ചിൽഡ്രൻസ് പാർക്കിലോ ചില യുദ്ധ സ്മാരകങ്ങളിലോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ
നമ്മുടെ കൊച്ചി നഗരസഭയ്ക്ക് അവരുടെ പാർക്കിൽ ഇത് പ്രദർശിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു അപേക്ഷ കൊടുത്താൽ മതി, വ്യോമസേനയ്ക്ക് കൊടുത്താൽ മതി. അവർ ഈ അപേക്ഷ പരിശോധിച്ച് ഇതിന് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ ഈ യുദ്ധവിമാനം നമുക്ക് കൈമാറും. പക്ഷേ ആ യുദ്ധവിമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. മോശം സാഹചര്യത്തിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നടപടി ഉണ്ടാകുന്ന സാഹചര്യം. ഇതാണ് സാധാരണ ഒരു നടപടിക്രമം. പക്ഷേ ഈ MiG-21 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വൈകാരികമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അങ്ങ് അതേ വെറും ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റാൻ വ്യോമസേനയ്ക്ക് വലിയ താല്പര്യമില്ല. ഇതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ഈ MiG-21 ഡ്രോൺ ആക്കി കൺവെർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പഠനം. കാരണം ഈ MiG-21 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സൂപ്പർസോണിക് വിമാനമാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം വേഗതയുള്ള ഒരു വിമാനമാണ്. ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് താരതമ്യേന വേഗത കുറവുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റഡാറുകളിൽ പെട്ട് അത് പ്രത്യാക്രമണം നേരിട്ടാൽ അതൊക്കെ നശിപ്പിക്കപ്പെടാൻ സാധ്യത. ശത്രു രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോണുകൾ നശിപ്പിക്കാം. പക്ഷേ ഈ MiG-21 എന്ന് പറയുന്നത് കുറെ കൂടി വേഗത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യം പോയിന്റ് ചെയ്ത ടാർഗറ്റുകൾ ഭേദിക്കാനായിട്ട് ഇതിനെ ഒരു ഡ്രോൺ ആക്കി മാറ്റിയാൽ സാധിക്കും. പക്ഷേ അതിനൊരു വെല്ലുവിളിയുണ്ട്. കാരണം ഇത് ഒരു പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. ഈ ഡ്രോൺ ആക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സാങ്കേതിക വിദ്യ എല്ലാം മാറ്റി പുതിയ ഓട്ടോമാറ്റിക് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ സാങ്കേതിക വിദ്യ ഇതിന് ഘടിപ്പിക്കേണ്ടി വരും. കാരണം പൈലറ്റ് ഉണ്ടാകില്ലല്ലോ. കാര്യം ഇതൊരു ആത്മഹത്യാ സ്വഭാവത്തിലുള്ള ആക്രമണമായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര പ്രായോഗികമാകണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ചെലവ് വെച്ച് ഒരു താരതമ്യം ചെയ്യുമ്പോൾ അത് ആലോചിക്കാവുന്ന സംഗതിയാണ്. കാരണം ഒരു പുതിയ ഡ്രോൺ വാങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 100 കോടിക്ക് മുകളിലെങ്കിലും വില വരും. ഈ ഒരു ആക്രമണ ഉദ്ദേശമുള്ള നമ്മുടെ ഈ വീഡിയോഗ്രാഫർമാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഡ്രോൺ അല്ലല്ലോ. അപ്പോൾ ഒരു ആക്രമണ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോൺ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ എങ്ങനെയൊക്കെ പോലും 100 കോടിക്ക് മുകളിൽ ചിലവ് വരും. പക്ഷേ ഈ പറയുന്ന ഈ MiG വിമാനത്തെ ആ രീതിയിലൊരു ഡ്രോണാക്കി മാറ്റുന്നതിന് 50 കോടി മുതൽ 100 കോടി വരെ ചിലവ് വരത്തുള്ളൂ. ഇനി മറ്റൊരു സാധ്യതയുണ്ട്. ഈ വിമാനത്തെ നമ്മുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ, നമ്മുടെ നിലവിലുള്ള മിസൈൽ സംവിധാനം ഉപയോഗിച്ച് അതിനെയൊക്കെ പരീക്ഷണം നടത്താൻ അതിനൊരു ലക്ഷ്യം വേണമല്ലോ. ഇപ്പോൾ ശത്രു രാജ്യത്ത് നിന്ന് വരുന്ന മിസൈലോ വിമാനമോ ഒക്കെ വെടിവെച്ചിടാനാണ് നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ ഇതൊന്ന് ഒരു പരീക്ഷണം നടത്തണമല്ലോ. മേളിൽ കൂടി പറന്നു പോകുന്ന കാക്കയോ പരുന്തിനെയോ ലക്ഷ്യം വെച്ച് നമുക്ക് മിസൈൽ കൊടുക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഈ പഴയ MiG വിമാനങ്ങളെ നമുക്ക് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള ടാർജറ്റായിട്ട് ലക്ഷ്യസ്ഥാനമാക്കി വേണമെങ്കിൽ കൺവെർട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കുറെ കൂടി ചിലവ് കുറവാണ്. അങ്ങനെയുള്ള ചിലവിന് ഒരു 5 മുതൽ 10 കോടി രൂപ മാത്രമേ ചിലവ് പ്രതീക്ഷിക്കുകയുള്ളൂ. ഇത് മുൻ മാതൃകകളുണ്ട്. അമേരിക്കയുടെ QF-16 എന്ന് പറയുന്ന ഒരു പഴയ വിമാനമുണ്ട്. അവർ ഈ രീതിയിൽ അതിനെ കൺവെർട്ട് ചെയ്ത് ഒരു ഡ്രോൺ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. അവർ വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ MiG-21 വിമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഉള്ള സാധ്യത ആണിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സെപ്റ്റംബർ 26-ന് ആണ് ഇതിൻ്റെ ഔദ്യോഗിക വിടപറയൽ ചടങ്ങ്. അത് നടക്കുന്ന ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡ് എയർബേസിലാണ് ചടങ്ങ് നടക്കുക. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തേക്കുന്നത്. ഒരു ഫെയർവെൽ പരേഡ് പോലും ഈ MiG-21 അപ്പോൾ ഇതിനുശേഷം ഈ 36 വിമാനങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പാർട്സാക്കി ഇളക്കി മാറ്റും എന്നുള്ളൊരു ചിന്ത തൽക്കാലമില്ല. 1-2 വിമാനങ്ങൾ ഇപ്പോൾ നേരത്തെ തന്നെ ഏതാണ്ട് 900 ഉള്ള വിമാനങ്ങളിൽ പലതും ഇതിനോടകം തന്നെ നേരത്തെ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. അത് പലതും പല യുദ്ധസ്മാരകങ്ങളിലും പ്രദർശന വസ്തുവായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ ഇത് ഈ 36 ചിലതെങ്കിലും അത്തരത്തിൽ പ്രദർശന വസ്തുവായിട്ട് മാറും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിമാനത്തെ ഡ്രോണുകളാക്കി മാറ്റാൻ അതിൻ്റെ സാങ്കേതികപരമായ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ചെലവ് നോക്കുമ്പോൾ അത് സാധ്യതയുള്ളൊരു പദ്ധതി എന്ന നിലയിൽ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.